പുനേർകുളം സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ അശോകൻ നാലാപ്പാട്ട് സ്മാരക അവാർഡ് ടി ഐശ്വര്യയ്ക്ക് സമർപ്പിച്ചു. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങ് എഴുത്തുകാരി ഡോക്ടർ CS ചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരുടെ സൃഷ്ടികളുടെ യഥാർത്ഥ ഉടമസ്ഥർ വായനക്കാരാണ്. കാരണം അവർ എഴുതിക്കഴിഞ്ഞാൽ അതിന്റെ ലോയൽറ്റിയിൽ മാത്രമാണ് ഗ്രന്ഥകർത്താവിന് ഉടമസ്ഥാവകാശം ഉള്ളത്. സമഗ്രമായിട്ടുള്ള അനുഭവങ്ങളും ചിന്തകളും കടന്നുവരുന്ന വായനയുടെ വലിയ ലോകത്ത് ഉടമസ്ഥരായ വായനക്കാർ ഏറ്റവും അധികം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നും ഉദ്ഘാടക പറഞ്ഞു. യഥാർത്ഥത്തിൽ എല്ലാ സർഗാത്മകതയും മനുഷ്യവേദനയെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യരുടെ സ്ട്രഗിളിനെ കുറിച്ചും ജീവിത സമരത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ പ്രകേളികയെക്കുറിച്ചും അല്ലെങ്കിൽ തന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും അഭിഭ്രാന്തികളെക്കുറിച്ചും ഉള്ള സമഗ്രമായിട്ടുള്ള അനുഭവങ്ങളും ചിന്തകളും ഒക്കെ തന്നെയാണ് മറ്റുള്ളവർ. അത്തരത്തിലുള്ള വലിയ ലോകത്തിന്റെ ഉടമസ്ഥരായിരിക്കുമ്പോൾ ആ വായനക്കാർ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് അവർ ഏറ്റവും അധികം തുടർച്ചയായി നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ഈ ലോകത്തെ ഏറ്റവും ജീവിതവ്യമാക്കി മാറ്റുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. സാഹിത്യസമിതി പ്രസിഡന്റ് KB സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ രാജേഷ് കടാംപുള്ളി ആമുഖ പ്രഭാഷണം നടത്തി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ P. ഗോപാലൻ, സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സജീവ് കരുമാലിക്കൽ, വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ രമണി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനാ അവാർഡ് ഏറ്റുവാങ്ങി ടി ഐശ്വര്യ മറുപടി പ്രസംഗം നടത്തി. പുനേർകുളം സാഹിത്യ സമിതി സെക്രട്ടറി അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ സ്വാഗതവും ട്രഷറർ ഷാജൻ വാഴപ്പള്ളി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നേർകുളം.